യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇനി പലതരത്തിലുള്ള ആപ്പിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം പ്രീമിയം ആപ്പുകളിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യൂട്യൂബ് തന്നെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന പേരിൽ നമുക്കൊരു നല്ലൊരു എഡിറ്റിംഗ് ആപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് യൂട്യൂബ് ക്രിയേറ്റ് എന്ന പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിലെങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിലാദ്യമായിട്ട് ഏറ്റവും താഴെയുള്ള പ്ലസ് ബട്ടൺ, ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് നമുക്ക് ഇതിലോട്ട് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള വീഡിയോസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ഒരു വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. ആദ്യമായിട്ട് ഈ വീഡിയോയിൽ എന്തൊക്കെ എഡിറ്റ് നമുക്ക് ചെയ്യാൻ നോക്കാം. വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഞാൻ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ ഈ താഴ്ഭാഗത്തുണ്ടല്ലോ, ആ വീഡിയോക്കകത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് കാണിക്കും. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ. വീഡിയോ നമ്മൾ ശകലം ഫ്രണ്ടിലോട്ടായി കഴിഞ്ഞാൽ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗത്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് അടിച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് 2 ക്ലിപ്പുകളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഈ 2 ക്ലിപ്പുകളായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്ലിപ്പുകൾക്കിടയിൽ നമുക്ക് എന്തെങ്കിലും ട്രാൻസിഷൻ എഫക്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയുള്ള എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും ഞാൻ വീഡിയോ തന്നെ സെലക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഫിൽറ്ററുകൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ ടൈപ്പ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് എഫക്റ്റ് ഓപ്ഷനാണ്. എഫക്ട്സ് ഓപ്ഷനും ഫിൽറ്റർ പോലെ തന്നെയാണ്. പലതരത്തിലുള്ള പ്രീമിയം എഫക്റ്റുകൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്റ്റുകൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പല തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്കിതിൽ നിന്ന് കിട്ടും. ഇതേതെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ആവുന്നതാണ്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. റീസെറ്റ് കൊടുക്കുന്നു, ക്യാൻസൽ കൊടുക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത് അഡ്ജസ്റ്റ് ഓപ്ഷനുണ്ട്. അഡ്ജസ്റ്റ് ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ്, നമ്മുടെ വീഡിയോയുടെ ബ്രൈറ്റ്നസ് പലതരത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കോൺട്രാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഹൈലൈറ്റ്സ്, ഷാഡോസ്, ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വൈറ്റ് പോയിൻറ്റ്, ബ്ലാക്ക് പോയിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, കണ്ടോ. അതിനുശേഷം തന്നെ സാച്ചുറേഷൻ ഓപ്ഷനുണ്ട്. സാച്ചുറേഷൻ നമുക്ക് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വാം, ടിൻറ്റ്, അതുപോലെ സ്കിൻ ടോൺ, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിലുണ്ട്. ഷാർപ്പൻ ഉണ്ട്, യൂണിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പാസിറ്റി, വീഡിയോയുടെ ഒപ്പാസിറ്റി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് അഡ്ജസ്റ്റിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് സ്പീഡ് ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സ്പീഡ് ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്ലോ മോഷൻ ആക്കാം. വീഡിയോന് വേണമെങ്കിൽ സ്ലോ മോഷൻ ആക്കാൻ പറ്റും. 0.1x വരെ കുറയ്ക്കാനും പറ്റും. അതുപോലെ സ്പീഡ് കൂട്ടണമെങ്കിൽ 10x വരെ കൂട്ടാനും പറ്റും. അതിനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇതിലൂടെ തരുന്നത്. ഓക്കെ, കണ്ടോ, സ്പീഡ് കൂട്ടിയതാണ് ഞാൻ. അടുത്ത് ഇത് ചെറുതായിട്ട് സ്ലോ മോഷൻ ആക്കിയ വീഡിയോ ആണ്. ഓക്കെ, അതിനുശേഷം വരുന്നത് വോളിയം ഓപ്ഷനാണ്. വോളിയം ഓപ്ഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ വീഡിയോസിന് ചിലപ്പം ഒരുപാട് വോളിയം കാണും. ചിലപ്പോൾ ആ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ആ വോളിയം നമുക്ക് മ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതും താഴെയുണ്ട്. മ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വോയിസ് ഓവറാണ് അതിൽ കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഈ വോളിയം ഓപ്ഷൻ. അതുപോലെ ഓഡിയോ ക്ലീനപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓഡിയോ ക്ലീനപ്പ് ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോയിലുള്ള ചെറിയ ചെറിയ നോയ്സും കാര്യങ്ങളെല്ലാം മാറി നല്ലൊരു ഓഡിയോ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അടുത്ത റൊട്ടേറ്റ് ഓപ്ഷനാണ്. റൊട്ടേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മളെ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ ചെറുതായിട്ടുള്ള ടിൽറ്റ് വേണമെങ്കിൽ നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തുള്ള ഓപ്ഷൻ റീപ്ലേസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് റീപ്ലേസ് ചെയ്ത് വേറൊരു വീഡിയോ ക്ലിപ്പ് കൊണ്ടുവരണം. ഈ വീഡിയോ അല്ല ഇവിടെ കിടക്കേണ്ടത്, വേറൊരു വീഡിയോ ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് റീപ്ലേസ് ഉപയോഗിക്കാം. അതുപോലെ റീഅറേഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മളെ വീഡിയോ ഫസ്റ്റ് വരേണ്ട ഇതല്ലെങ്കിൽ എടുത്ത് നമുക്ക് ടാപ്പ് ചെയ്ത് ഇപ്പുറത്താക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ വീഡിയോ നമുക്ക് വേണ്ടാത്ത വീഡിയോ ആണെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ അതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ തന്നെ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് അവിടെ തന്നെ ആ ടൈം ലൈനിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്പിൻ്റെ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി വരുന്ന വീഡിയോയിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ താഴെ നോക്കിയാൽ മനസ്സിലാവും. ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓവർലേ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വീഡിയോയുടെ പുറത്തുകൂടി ഒരു സൈഡിലായിട്ടോ അങ്ങനെ വേറെ ഏതെങ്കിലും ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്യണം, അങ്ങനെയുള്ള ഓപ്ഷനാണ് വേണ്ടിയാണ് ഈ ഓവർലേ.
അതിന് ഓവർലേ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓവർലേ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ പിക്ചറെങ്കിലോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓവർലേ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്തുള്ള ടെക്സ്റ്റ് ഓപ്ഷനാണ്. ടെക്സ്റ്റ് ഓപ്ഷനിൽ 2 എണ്ണം ഉണ്ട്. പ്ലെയിൻ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് ആഡ് ചെയ്യുക മാത്രമല്ല, ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനെ നമുക്ക് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടെക്സ്റ്റിന് സ്റ്റൈൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് വലുതാക്കാനും ചെറുതാക്കാനും. അതുപോലെ ടെക്സ്റ്റിൻ്റെ പല ടൈപ്പ് ഫോണ്ടുകൾ നമുക്ക് കിട്ടും. ഏതെങ്കിലുമൊക്കെ ഫോണ്ട് നമുക്ക് ആക്കി ഇത് വയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഫോണ്ട് കളറും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണ്ടിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഫോർമാറ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിനെ പല രീതിയിൽ, നല്ല രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബോൾഡോ, ഇറ്റാലിക്സോ എന്ത് വേണം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട്ലൈൻ ആഡ് ചെയ്യാം. ഓക്കെ, ഷാഡോ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഓപ്ഷൻസ് ടെക്സ്റ്റിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് നമുക്ക് എവിടെ വേണോ മാറ്റി വയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ടെക്സ്റ്റിൽ തന്നെ ടെക്സ്റ്റ് എഫക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ എഫക്റ്റ് സെലക്ട് ചെയ്യുന്നാൽ പല തരത്തിലുള്ള പല ആപ്പുകളിൽ നമുക്ക് പ്രീമിയം ആയിട്ട് മാത്രം കിട്ടുന്ന ഓപ്ഷൻസാണ് ഇതൊക്കെ. ഇതിൽ പക്ഷേ നമുക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എല്ലാ ടൈപ്പ് ടെക്സ്റ്റുകളും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് എടുക്കുന്നു കേട്ടോ. ഇതിൽ യുവർ ടൈറ്റിൽ ഹിയർ, ഇവിടെ എന്താണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ഏതെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടാന്ന് വെച്ചോളൂ. ഇപ്പോൾ ഈ ടൈറ്റിൽ വേണ്ട, ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. അതുപോലെ ഈ ടൈറ്റിൽസ് നമ്മൾ ആഡ് ചെയ്യുന്ന ടൈറ്റിൽസിനൊക്കെ നമുക്ക് അനിമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ രീതിയിൽ അനിമേഷൻ വേണമെങ്കിൽ നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് പറ്റും. അതിന് എല്ലാം ഫ്രീ ആണ്. ഏത് ഓപ്ഷൻ വേണോ ഫ്രീ ആണ്. നമുക്ക് പല രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. ആ ടെക്സ്റ്റും റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിന് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത് സ്റ്റിക്കറാണ് വരുന്നത്. സ്റ്റിക്കറും അതുപോലെ തന്നെ അതുപോലെ ജിഫ്സ്, ഇമോജീസ്, അതുപോലെ പല സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണോ ഇതിലെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, ഉണ്ടോ, ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതാണ് വെച്ച്. നമുക്ക് സൈസൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. സൈസൊക്കെ മാറ്റി ഒരു സൈഡിലേക്ക് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാനൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം സൗണ്ട് ഓപ്ഷനാണ്. സൗണ്ട് ഓപ്ഷനിൽ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ അകത്ത് ഒരുപാട് മ്യൂസിക്സ് നമുക്ക് കിട്ടും. അതിലേത് വേണം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സൗണ്ട് എഫക്ട്സ് കിട്ടും. അതുപോലെ നമ്മുടെ മ്യൂസിക്കിനകത്തുള്ള മ്യൂസിക്കുകൾ, അതായത് നമ്മുടെ മൊബൈലിനകത്തുള്ള മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ആ മ്യൂസിക് ഇവിടെ വരും. അത് എവിടെ വേണോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ആ മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക്കിൻ്റെ അകത്ത് നമുക്ക് ആ മ്യൂസിക്കിൻ്റെ വോളിയം കുറയ്ക്കുകയോ കൂട്ടുകയോ ഫെയ്ഡ് ചെയ്യുകയോ പല ടൈപ്പ് കാര്യങ്ങൾ അതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ റെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള വോയിസ് ഓവറുകൾ ഇതിൽ വെച്ച് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ക്യാപ്ഷൻ ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ചില ലാംഗ്വേജുകളിലൊക്കെ അതിൽ ക്യാപ്ഷൻ ഓപ്ഷൻ ഉണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണിക്കും. ആ എക്സ്പോർട്ട് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റെസൊല്യൂഷനിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിലെ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാരണം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വളരെ ഫ്രീ ആയിട്ടാണ് ഇതിൽ കിട്ടുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബ് എഡിറ്റിംഗ് ചെയ്യുന്നവർക്ക് മൊബൈലിൽ എഡിറ്റിംഗ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല എളുപ്പത്തിലുള്ള ഒരു ആപ്പായിരിക്കും ഇത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.